അവരുടെ ബന്ധുമിത്രാദികളുമായിട്ടുള്ള ഒത്തിരിയേറെ സിസ്റ്റേഴ്സും വൈദികരുണ്ട്. അവരെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ ഒട്ടുമിക്കവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. സുഹൃത്തുക്കളായിട്ടുള്ളവരും അയൽവക്കക്കാരായിട്ടുള്ളവരും ഇവരുടെ ശുശ്രൂഷകളും സ്നേഹവും ആസ്വദിച്ചിട്ടുള്ളതുമായ മറ്റ് ഇടവക ജനങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരുടെ ശുശ്രൂഷ ചെയ്ത ഇടങ്ങളിൽ നിന്നും വന്നു ചേർന്നിട്ടുണ്ട്. ഇവരെല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ബ്രദർ ഗിൽബർട്ടിനോട് സംസാരിക്കുന്നു. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ഫാദർ മാത്യു എടശ്ശേരിയുടെയും സിസ്റ്റർ എലിസബത്തിൻ്റെയും ചരിത്രം ഈ സമയത്തോട് വായിക്കുകയാണ്. എറണാകുളം രൂപതയിൽ കൊറ്റമ്മം സെന്റ് ജോസഫ് ഇടവകയിൽ പരേതനായ ഔസേപ്പ് റോസ ദമ്പതികളുടെ മകനായി 1947 ഓഗസ്റ്റ് 18 മത്തായി ജനിച്ചു. മാതാപിതാക്കന്മാർ അടിയുറച്ച ക്രൈസ്തവ വിശ്വാസത്തിൽ 8 മക്കളെ വളർത്തി. അതിൽ 2 പേർ സമർപ്പിതരായി ഈശോയുടെ ബലി സ്വീകരിച്ചു. 4ാമത്തെ മകനായ കൊച്ചുമത്തായി തന്റെ ദൈവവിളി മനസ്സിലാക്കി വൈദിക പരിശീലനത്തിനായി പ്രത്യുത്തരമേകി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 9:1 നാം ഇപ്രകാരം വായിക്കുന്നു: യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. ഈ തിരുവചനം പഠന കാലഘട്ടത്തിൽ മനസ്സിൽ ചിന്തിച്ച് ധ്യാനിച്ച് തന്നെയും യേശു വിളിക്കുന്നു എന്ന സ്വരം ഉൾക്കൊണ്ട് മാണിക്യമംഗലം NSS ഹൈസ്കൂൾ പഠനത്തിന് ശേഷം 1965 എറണാകുളം വൈലറ്റ് സെമിനാരിയിലും 1967 മംഗലപ്പുഴ സെമിനാരിയിലും വൈദിക പരിശീലനം പൂർത്തിയാക്കി. 1974 ഡിസംബർ 18 വരാപ്പുഴ, 1990-91 മനില ഫിലിപ്പീൻസിൽ പഠനം തുടർന്നു. തുടർന്ന് സെന്റ് റോസ് ചക്രക്കടവ് ചെറായി 1994 അമേരിക്ക ഡാലസ് ടെക്സാസിൽ പാസ്റ്റർ മിനിസ്റ്ററി നടത്തി. തുടർന്ന് 2009 കാടുകുറ്റി ഇൻഫന്റ് ജീസസ്, തുറവൂർ സെന്റ് അഗസ്റ്റിൻ, കോന്തിരത്തി തേവരാപ്പള്ളിയിലും ശുശ്രൂഷ പൗരോഹിത്യം നിർവഹിച്ചു. പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ച ശേഷം ഏതാനും മാസം കൊരട്ടി സെന്റ് മേരീസ് പള്ളിയിലും ഇപ്പോൾ കുഴിപ്പള്ളി സെന്റ് അഗസ്റ്റിൻ പള്ളിയിലും ശുശ്രൂഷ ചെയ്യുന്നു. മാത്യു അച്ഛൻ ആയിരുന്ന ഓരോ ഇടവകയിലും കണ്ടുമുട്ടുന്ന ഇടങ്ങളിലും നല്ല സൗഹൃദം ബന്ധം സ്ഥാപിക്കാനും എല്ലാവരോടും സ്നേഹത്തോടും അവതാരത്തോടും കൂടെ പെരുമാറും. പിന്നോക്കം നിൽക്കുന്ന ആരായാലും അവരെയൊക്കെ നല്ല ഇടയിലെ മനോഭാവത്തോടെ ചേർത്ത് പിടിച്ച് സഹായിക്കാനും നല്ല മനസ്സിന്റെ ഉടമയാണ് മാത്യു അച്ഛൻ. ആടുകളുടെ മണം അടുത്തറിയുന്ന ഒരു നല്ല ഇടയിലെ മാതൃക, വിശാലമായ മനോഭാവം അച്ഛനിലുണ്ട്. കുദാശപരമായും മരണസംബന്ധമായ മറ്റു ഏത് ആവശ്യത്തിനും സ്വന്തം ആരോഗ്യം നോക്കാതെ അവിടെ എത്താനുള്ള സൗഹൃദ മനോഭാവം എന്നും അച്ഛനിലുണ്ട്. ഇപ്പോൾ ഇടവക പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ കൂടുതൽ തീഷ്ണതയോടെ ആയിരിക്കുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സിസ്റ്റർ എലിസബത്ത് ഇടശ്ശേരി 1952 ഇടശ്ശേരി കുടുംബത്തിൽ ഔസേപ്പ് റോസ ദമ്പതികളിൽ 6ാമത്തെ മകളായി ഏലിയാകുട്ടി ജനിച്ചു. മാണിക്യമംഗലം NSS ഹൈസ്കൂൾ പഠനത്തിന് ശേഷം സന്യാസ സമർപ്പണത്തിനായി ആരാധന സന്യാസിനി സമൂഹത്തിൽ അർത്ഥിനിയായി സഭയിൽ ചേർന്നു. സഭാവസ്ത്രം സ്വീകരിച്ചു. 1976 മുതൽ കളമശ്ശേരി രാജഗിരി കോളേജിലും സോഷ്യൽ സയൻസിലും തന്റെ ശുശ്രൂഷാ ദൗത്യം നിർവഹിച്ചു. ഓഫീസിൽ വരുന്ന എല്ലാവരോടും സൗമ്യമായ പെരുമാറ്റവും ഏത് കാര്യത്തിലും എപ്പോഴും ഓഫീസ് കാര്യങ്ങളിൽ കൃത്യമായി ഒരു പരാതിയും കൂടാതെ നീണ്ട 32 വർഷം സേവനം ചെയ്തു. കളമശ്ശേരി ഇടവക ദേവാലയത്തിൽ ഇടവക പ്രേക്ഷിത പ്രവർത്തനത്തിലും മതബോധന പരിശീലനത്തിലും കുടുംബങ്ങളുടെ സംരക്ഷണത്തിലും ഏറെ തീക്ഷ്ണതയോടെ ആത്മാർത്ഥതയോടെ കൂടി പങ്കുചേർന്നു. 5 വർഷം കോളേജ് ഹോസ്റ്റൽ വാർഡനായും 5 വർഷം കലയുടെ റിലീവ് സെന്ററിലും മതബോധന സെക്രട്ടറിയായും സേവനം ചെയ്തു. ഇപ്പോൾ കൊരട്ടി സെക്രട്ടറി മഠം മദർ സുപ്പീരിയറായി സേവനം ചെയ്യുന്നു. ഫാദർ മാത്യു ഇടശ്ശേരിയും സിസ്റ്റർ എലിസബത്ത് ഇടശ്ശേരിയും ശുശ്രൂഷ ചെയ്യുന്ന അവരുടേതായ പ്രവർത്തന മേഖലകളിൽ നല്ല രീതിയിൽ മുന്നോടുന്നു. നല്ല ആരോഗ്യവും ദീർഘായുസ്സും ആത്മീയമായി ഉണർവ് നൽകി മാത്യു അച്ഛനെയും
എലിസബത്ത് സിസ്റ്ററെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇവര് രണ്ടുപേരെയും സഭാ സമൂഹത്തിന് പ്രദാനം ചെയ്ത മൺമറഞ്ഞ മാതാപിതാക്കന്മാർക്ക് നിത്യശാന്തി നൽകട്ടെ എന്ന് ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെയും ഇടശ്ശേരി കുടുംബത്തെയും മറ്റെല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയുമായി ബന്ധപ്പെട്ട എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നു. ഇവരെല്ലാവരെയും ഈ ദൈവത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. നല്ല ആരോഗ്യവും ഗുണവും ഉന്മേഷവും നൽകി മാത്യുവിനെയും എലിസബത്ത് സിസ്റ്ററെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 50 വർഷം പലതരത്തിലും സഹായിക്കുകയും ചെയ്ത എല്ലാവരെയും ഈ കൃതജ്ഞതാബലിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭക്തിയോടെ ഈ സമൂഹ ബലിയിൽ പങ്കുകൊണ്ട് ദൈവാനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ ദീപം തെളിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന നമ്മൾ ആരംഭിക്കുന്നു. മാത്യുയുടെ ശേഷനും എലിസബത്ത് സിസ്റ്ററും സിജു അച്ഛനും ബ്രദർ ഗിൽബർട്ടും ചേർന്ന് ഇപ്പോൾ ദീപം